നുണ പറയാതെ, വ്യാജം പറയാതെ, കളവ് പറയാതെ UDF-ന് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പറ്റാതായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബിരിയാണി ചെമ്പും സ്വർണ്ണക്കടത്തും, നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്തും, ഈത്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണ്ണക്കടത്തും, പിന്നെ ഖുറാൻ്റെ മറവിൽ സ്വർണ്ണക്കടത്തൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ജനങ്ങൾ തൂത്ത് വലിച്ചു വാരി എറിഞ്ഞു. അതുകൊണ്ടൊന്നും പാഠം പഠിച്ചിട്ടില്ല. ഇപ്രാവശ്യം ശബരിമലയിൽ നടന്ന അയ്യപ്പ സംഗമം, അതിൽ സർക്കാർ വെട്ടിപ്പ് നടത്തി, മുഖ്യമന്ത്രി 1.25 ലക്ഷത്തിൻ്റെ കട്ടിലാണ് കിടന്നുറങ്ങിയത്, ശപ്രമഞ്ച കട്ടിലാണെന്നൊക്കെ വ്യാജം പ്രചരിപ്പിക്കുകയാണ്. ആ റിപ്പോർട്ട് വേണ്ടപ്പെട്ടവർ അംഗീകരിച്ചിട്ടില്ല. ദേവസ്വം കമ്മീഷൻ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടാൻ പോകുന്നേ ഉള്ളൂ. അപ്പം വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കുക, പ്രചരിപ്പിക്കുക. ഭജന നടത്തി, നന്ദഗോവിന്ദം ഭജൻസാണ് പാടിയത്. അവർക്ക് 20 ലക്ഷം, ഇവർക്ക് 20 ലക്ഷം. കേവലം ഒരു പേപ്പറിൻ്റെ അകത്ത് എഴുതി വിട്ടു കഴിഞ്ഞാൽ അത് ഓടിച്ചാവും. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്നേ ഉള്ളൂ. ഇലക്ഷന് മുമ്പ് പ്രിയമുള്ളവരെ, നമ്മൾ ഇതിലും വലുത് പ്രതീക്ഷിക്കണം. കാരണം നുണ പറയുന്ന കിങ് ലെയറായ രാജനുണയനായ ഒരു പ്രതിപക്ഷ നേതാവ്. എല്ലാ കാര്യത്തിലും നുണയാണ്. വയനാടിനോട് ബന്ധപ്പെട്ട നുണ, വയനാട് ഫണ്ടിനോട് ബന്ധപ്പെട്ട നുണ, അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളോട് ബന്ധപ്പെട്ട നുണ, അവിടുത്തെ സ്ഥലം വാങ്ങിയതോട് ബന്ധപ്പെട്ട നുണ. പിന്നെ ഓരോരോ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ഇവനൊക്കെ മന്ത്രിയായിരിക്കുന്ന നാട്ടിൽ നമ്മുടെ മക്കൾ പഠിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിൽ വന്ന് ഞാൻ ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഇവർ എന്നാണെന്ന് പച്ച നുണ പറഞ്ഞ പ്രതിപക്ഷ നേതാവ്. ഡെയിലി നുണ പറയുന്നത് മുഴുവൻ നുണ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും അതിലൊരു കുറ്റബോധമില്ല. അദ്ദേഹത്തെ വേറെ രീതിയിൽ നമ്മൾ കാണേണ്ടതുമില്ല. അതുകൂടാതെ കുറ്റ്യാടിയിൽ അവരുടെ പുതിയ യാത്ര നമ്മൾ കണ്ടു. എന്തുമാത്രം അലങ്കോലമായിരുന്നു. ബഹുമാനായ സീനിയർ നേതാവ് മുല്ലപ്പള്ളി ആരോ ചവിട്ടി താഴെയിട്ടു. പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത നുണ മുല്ലപ്പള്ളി താഴെ വീണതല്ല, മുല്ലപ്പള്ളി ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് അദ്ദേഹം ആദരപൂർവ്വം ഇരുന്നതാണെന്നാണ്. നമ്മളിവിടെ കണ്ടു ഉന്തും തള്ളും. ഷാഫിയുടെ ഓഡിയോ നമ്മൾ കേട്ടു. ഇവരുടെ തമ്മിലടിയും വടംവലിയൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അവിടെ അങ്ങനെയൊന്നും നടന്നില്ല. സ്നേഹത്തള്ളാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരോട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് പോലെ നിങ്ങൾ LDF-ന് മെക്കിട്ട് കയറുന്നത്. അപ്പോൾ നുണകൾ മാത്രം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവും അതിന് സപ്പോർട്ട് ചെയ്യുന്ന അനുയായികളും കൂടി വലിയ നുണപ്രചരണങ്ങളും ഇല്ലാ കഥകളും സ്ത്രീ പീഡനങ്ങളെല്ലാം കൊണ്ടുവരും. ഇതാണ് UDF-ൻ്റെ രീതി. കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം കൊണ്ടുവന്നിട്ടും സ്വർണ്ണക്കൊള്ള കൊണ്ടുവന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടെന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ കള്ളനാക്കാൻ ശ്രമിച്ചിട്ടും ജനങ്ങൾ തൂത്തെറിഞ്ഞതുപോലെ ഇപ്രാവശ്യവും ഏത് വലിയ നുണ കൊണ്ടുവന്നാലും ജനങ്ങൾ തൂത്തെറിയും. നിങ്ങൾ ഈ 10 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് UDF കൊണ്ടുവന്ന ആരോപണങ്ങൾ നോക്കുക. മുഖ്യമന്ത്രിയുടെ ഭാര്യയെയും മകനെയും മകളെയും മുഖ്യമന്ത്രി ഓഫീസിനെയും ബന്ധപ്പെടുത്തി എന്തെല്ലാം ആരോപണങ്ങൾ ഇവർ ഉന്നയിച്ചു. ഒന്നിന് തെളിയിക്കാൻ അവർക്ക് പറ്റും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി. UDF-കാർക്ക് കിട്ടി, BJP അധ്യക്ഷൻ കിട്ടി, 40,000 ഫൈൻ അടിച്ചിട്ട് ഹൈക്കോടതി ഓടിച്ചു വിടുകയാണ്. മേലാൽ ഈ പരിസരത്ത് കണ്ടുവരുന്നവർ ഇവിടെ ഓരോന്നിനോരോ നിയമമുണ്ടെന്ന് പറയും. അങ്ങനെ ഇവർക്ക് ഇന്ന് വരെ പിണറായി വിജയൻ്റെ രോമത്തിൽ തൊടാൻ LDF സർക്കാരിനെ ഒന്ന് സ്പർശിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെയും വ്യാജവും നുണയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അധികാരം നഷ്ടപ്പെട്ട 10 വർഷം മാനസിക വിഭ്രാന്തിയാണ് ഇവർ. ഇപ്രാവശ്യം കൂടെ തോക്കുന്നതോടുകൂടി കോൺഗ്രസിലെ കുറേ പേർ BJP-യിലേക്ക് പോകും. ആത്മാഭിമാനമുള്ള കുറച്ച് പേർ CPM-ലേക്ക് വരും. ഉപ്പ് വെച്ച കലം പോലെ കോൺഗ്രസ് തകരാനും നശിക്കാനും പോവുകയാണ്. ഈ വ്യാജമല്ല, ജനങ്ങൾക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഇവർക്ക് ആരെങ്കിലും അത് പറഞ്ഞു കൊടുക്കുക. ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ട് വികസനങ്ങൾ ചെയ്യുക, വികസനത്തെ പറ്റി ചർച്ച ചെയ്യുക. അല്ലാതെ ഈ പെണ്ണ് കേസും മറ്റേ സ്വർണ്ണക്കൊള്ളയും ഇല്ലാത്ത ആരോപണങ്ങളും അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഇതടിച്ചു മാറ്റി നുണയുമായി നടക്കാതെ സത്യത്തിൻ്റെ പാതിയിൽ വരിക. എന്നാൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവും.